ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തുടർന്ന് സർക്കാരിനോട് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കെനിയയിലെ ക്രൈസ്തവ വിശ്വാസികൾ കഴിഞ്ഞ ദിനങ്ങളിലായി ലാമു വെസ്റ്റ് സബ് കൗണ്ടിയിൽ അൽ-ഷബാബ് തീവ്രവാദികൾ എന്ന് കരുതപ്പെടുന്ന അക്രമകാരികൾ മരാഫ, പുറോമോക്കോ ഗ്രാമങ്ങളിൽ നടത്തിയ രക്തച്ചൊരിച്ചിലിൽ ഒരാൾ കൊല്ലപ്പെടുകയും 9ഓളം ഭവനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. അക്രമികൾ ഒരാളെ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. ഇവിടെ സുരക്ഷ ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നും സമൂഹത്തിന് സംരക്ഷണം നൽകുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആശങ്ക ശക്തമാണ്. ആക്രമണം ആരംഭിച്ച സമയത്ത് തന്നെ തങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ വീടുകൾ തകർക്കപ്പെടുകയും ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തുവെന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധു ഫ്രാൻസിസ് മായി പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ആഭ്യന്തരമന്ത്രി ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാതെ സുരക്ഷാ പ്രശ്നം ഇല്ലാത്ത സ്ഥലങ്ങളാണ് സന്ദർശിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒക്ടോബർ മാസം നടന്ന ആക്രമണത്തിന് ശേഷം 1 മാസത്തെ ഇടവേള കഴിഞ്ഞാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തുവിട്ട 2022 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഭീഷണി വിതയ്ക്കുന്ന ഭീകരപ്രസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് അൽ-ഷബാബ്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ക്രൈസ്തവ വിശ്വാസികളെ ലക്ഷ്യം വെച്ച് നിരവധി ആക്രമണങ്ങൾ കെനിയയിലെ ലാമു വെസ്റ്റിൽ നടന്നിരുന്നു. ഇവിടെ നിന്ന് നിരവധി ആളുകളാണ് പലായനം ചെയ്തത്. സുരക്ഷാ മന്ത്രാലയം വിഷയത്തിൽ ഇടപെടണമെന്ന് പ്രാദേശിക സർക്കാർ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയാണ്. പ്രദേശത്തെ സ്ഥലങ്ങളിൽ സ്ഥിരമായി നടക്കുന്ന ആക്രമണങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തെയോ പ്രത്യേക സമൂഹത്തെയോ ലക്ഷ്യം വെച്ചുള്ളതാണോ എന്നുള്ള ചോദ്യം ലാമുവിൽ നിന്നുള്ള ജനപ്രതിനിധി അംഗം ഈ മാസം ആദ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു.